വാർത്തയിലേക്കാണ് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത SIT. നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്താൻ. SIT ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയ അടൂർ പ്രകാശ് രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന KC വേണുഗോപാൽ MP. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം. വായ്പയെടുത്ത 1.5 കോടി രൂപ MP തിരിച്ചടച്ചില്ലെന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു. വായ്പയെടുത്തത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. ക്യാമ്പയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10-10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. സംഭാവനയായാണ് പണം ലഭിച്ചതെന്നും അത് തിരികെ നൽകിയെന്നും ആന്റോ ആന്റണി MP. NM രാജു തനിക്ക് മാത്രമല്ല CPM-നും പണം നൽകിയെന്നും പ്രതികരണം. അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്ന ഉടമയുടെ ആരോപണവും അന്വേഷിക്കും. പോലീസുകാർക്ക് വീഴ്ചയുണ്ടായിട്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും പത്തനംതിട്ട പോലീസ് മേധാവി. ആ ഉടമയെ തന്നെ നമ്മൾ മൊഴിയെടുത്തിട്ടുണ്ട്. തിരുവല്ല DSP അദ്ദേഹത്തിന് മൊഴിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അന്വേഷിക്കാൻ നമ്മൾ മൊഴി പ്രകാരം 6 പേരാണ് നമ്മൾക്ക് ആദ്യം വന്നിരുന്നതാണ്. നമ്മൾ അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങളിലും ഉണ്ട്. അവരെക്കുറിച്ചുള്ള പിടിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ഇതിന് പുറകിൽ വേറെ ആരെങ്കിലും കൂടുതൽ ആളുകൾ ഉള്ള കാര്യം ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അതിനും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഉള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്തെന്ന അതിജീവിത. ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തി സഹപ്രവർത്തകരും പീഡനത്തിന് ഒത്താശ ചെയ്തെന്ന യുവതി. നടൻ മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ വീഴ്ചയില്ലെന്ന പോലീസ്. DCPക്ക് മൊഴി നൽകി മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHO. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല. കാർ കണ്ടെത്താൻ കഴിയാത്തത് സാങ്കേതിക കാരണങ്ങളാൽ. അപകടം നടന്ന ശേഷം മണിയൻ പിള്ള രാജു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ലെന്നും SHO വിമൽ. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ MP ഗോവിന്ദൻ മാസ്റ്റർ VD സതീശൻ വാക്പോര. VD സതീശന്റെ ജാഥ വർഗീയ ശക്തികളെ വെള്ളപൂശാനെന്ന MP ഗോവിന്ദൻ മാസ്റ്റർ. വർഗീയ ഭീകര ശക്തികളെ വെള്ളപൂശിക്കൊണ്ടാണ് അവരുടെ തുടക്കം. എന്ന് പറഞ്ഞാൽ മുമ്പ് കോലീബി സഖ്യ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. MP ഗോവിന്ദന് മറവി രോഗമെന്ന VD സതീശൻ. ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്. മറവി രോഗം 42 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ മുന്നണിയുണ്ടാക്കിയവരാണ് CPM എന്ന KC വേണുഗോപാൽ. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് CPM. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യം. സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയ ഇരു രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 18% 25% അധിക തീരുവ ചുമത്തിയ ഉത്തരവ് പിൻവലിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച ഡൊണാൾഡ് ട്രംപ്.
വയനാട് മാനന്തവാടിയിൽ കാറിന് തീ കൊളുത്തി യുവാവ് ആത്മഹത്യ ചെയ്തതിൽ അന്വേഷണം തുടരുന്നു. ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് സജീറിന്റെ ഭാര്യയുടെ മൊഴി. താൻ നിരപരാധിയെന്ന സജീർ ആരോപണം ഉന്നയിച്ച മാനന്തവാടി സ്വദേശി സി ബാപ്പുവിനെയും പൂച്ചക്കൽ സ്വദേശി റഫീഖിനെയും ചോദ്യം ചെയ്യാൻ പോലീസ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിയെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. വിവരങ്ങൾ ആന്റണി ജോർജ് നൽകും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് ഉപഹാരങ്ങൾ നൽകുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതുമൊക്കെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഒപ്പം സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രത്തിലും അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന ആ ഒരു സാഹചര്യത്തിലാണ് SIT ഈ അടൂർ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നോട്ടീസ് നൽകി ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ ഏതാണ്ട് 11:30-12 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധം അതെന്താണ് എന്നുള്ളതിലാണ് പ്രധാനമായും ചോദിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത തേടിയാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം അടൂർ പ്രകാശിനോട് ചോദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അന്വേഷണ സംഘം ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കും. ഏതായാലും കൃത്യമായി തന്നെ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട് എന്ന് അടൂർ പ്രകാശ് പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തതുകൊണ്ട് 2.5 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. ഇനിയിപ്പോൾ മറ്റ് നടപടികൾ ഈ ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ ഈ ഫോട്ടോകളൊക്കെ പുറത്തു വന്ന ആ സമയത്ത് തന്നെ ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. ഏതായാലും ഇന്ന് ആണ് ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. ഈ LDF-നെ സംബന്ധിച്ച് നിലവിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് UDF വലിയ ആയുധമാക്കി കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആയുധമാക്കി ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ഒരു ആക്രമണം നടക്കുമ്പോൾ ഇപ്പോൾ ഈ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ LDF-നെ സംബന്ധിച്ച ഒരു ആയുധമാണ്. അത് പ്രതിപക്ഷത്തിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുകയാണ്. ഏതായാലും നിർണായകമായൊരു നീക്കം ആദ്യമായൊരു കോൺഗ്രസ് നേതാവിനെ ആണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ഈ നേരത്തെ ഈ ഫോട്ടോകളൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത് തനിക്ക് ഈ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല, പോറ്റി തന്റെ മണ്ഡലത്തിലുള്ള ഒരാളാണ്, അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായൊരു വ്യക്തത തേടുന്നതിനാണ് ഇന്നിപ്പോൾ SIT അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത SIT നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമലയിലെ സ്വർണം കണ്ടത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ടെങ്കിലും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതെന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണം നിങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കട്ടത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്നും അറിയാം. ഇത് പുറത്തു വന്നപ്പോൾ ഈ ജാള്യത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അവർ ഏറ്റവും വലിയ കെണിയിലാണ് പോയി വീഴാൻ പോകുന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സ്വന്തം തടി കേടായപ്പോൾ ആ കേടായ തടി കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും തടി കേടാക്കാൻ പറ്റുന്നൊരു വിഫല പരിശ്രമമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ വീണ്ടും റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. വിജയകുമാറിനെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിച്ചതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് കാലാവധി നീട്ടുകയായിരുന്നു. A. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ചുമതലയിലുണ്ടായിരുന്ന അംഗമാണ് N. വിജയകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റു പ്രതികൾക്കും വിജയകുമാർ സഹായം നൽകിയെന്നും രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു.
സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ അസ്വസ്ഥനായി ആന്റണി എം പി. മുഖ്യമന്ത്രിയോട് ചോദിച്ച ശേഷം തന്നോട് ചോദിക്കാൻ വന്നാൽ മതി എന്ന് മറുപടി. എത്രയോ ആളുകൾ തനിക്കൊപ്പം ഫോട്ടോ എടുക്കും, അവരെല്ലാം പിന്നീട് പ്രതികളാകുമോ എന്ന് എങ്ങനെ അറിയാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാൻ അല്ല, മുഖ്യമന്ത്രിയോട് ഏറ്റവും കൂടുതൽ ഫോട്ടോ കേട്ടോ അല്ലല്ല, അത് അതിന് പ്രകാശനോട് ചോദിക്കുന്നതിന് മുമ്പോഴും ഈ ഇൻഫർമേഷൻ എല്ലാം ഉള്ള മുഖ്യമന്ത്രിയോടായിരുന്നു ചോദിക്കേണ്ടത്. അത് ചോദിക്കാതെ പ്രകാശനോട് ചോദിച്ചിട്ടുള്ള പ്രതിഷേധമായിരിക്കുള്ളൂ. എന്റെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്നിപ്പം രാവിലെ ഒരു 10-20 പേരെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നാളെ ആരെങ്കിലും കേസിൽ പെടുന്നവരുണ്ടോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഞാനിത് 2013 കാലഘട്ടങ്ങളിലാണ്. പത്തനംതിട്ട എം പി ആന്റണിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി തിരുവല്ലയിലെ ധനകാര്യ സ്ഥാപനമായ നെടുമ്പറമ്പിൽ ഫൈനാൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വായ്പയെടുത്ത 1.5 കോടി രൂപ ആന്റണി തിരിച്ചു നൽകിയില്ലെന്നാണ് ആരോപണം. 2 മാസത്തിനകം തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞാണ് വായ്പയെടുത്തത്. എന്നാൽ പലതവണ കെഞ്ചി ചോദിച്ചിട്ടും പണം തിരിച്ചു നൽകിയില്ലെന്നും നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു പറഞ്ഞു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്ന CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ആരോപണവും അദ്ദേഹം നിഷേധിച്ചു. ഇത്രയും കാലത്തിനിടയിൽ തന്ത്രിയോ കുടുംബത്തെയോ കണ്ടിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഉദയഭാനു അത് പറഞ്ഞതെന്ന് അറിയില്ലെന്നും NM രാജു പറഞ്ഞു. തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിരവധി പ്രാവശ്യം ആൻ്റണിയുടെ ഭാര്യ എന്നെ കാണാനായിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. പിന്നീട് അവർ പല പ്രാവശ്യം വീട്ടിൽ വരുന്നു. രാത്രി സമയങ്ങളിൽ ആൻ്റണി തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് ഭാര്യയെ മൊത്തം വീട്ടിൽ വരുന്നു. അവരുടെ ക്യാമ്പയിനിങ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുദ്ദേശിച്ച ഫണ്ട് അവർക്ക് വന്നില്ല. അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10-10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. നെടുമ്പറമ്പിൽ ഫൈനാൻസ് ഉടമ NM രാജുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പത്തനംതിട്ട MP ആന്റണി. തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ തന്നെ സഹിക്കാറുണ്ട്. NM രാജുവും അത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. തന്നെ മാത്രമല്ല CPM-നും NM രാജു പണം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സംഭാവന എന്ന് കരുതിയാണ് പണം വാങ്ങിയത്. പിന്നീട് അത് തിരികെ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് തിരികെ നൽകിയിട്ടുണ്ടെന്നും ആന്റണി MP വ്യക്തമാക്കി. എന്നാൽ എത്ര രൂപയാണ് തിരികെ നൽകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ NA രാജു നിയമപരമായി കേസ് കൊടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹം എന്നെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് സഹായിച്ചത്. എന്നെ തെരഞ്ഞെടുപ്പല്ല, എന്നെ തെരഞ്ഞെടുപ്പ് സഹായിക്കുന്നത് CPM-ന് കൊടുത്ത സഹായത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിന്ന പാർട്ടിയെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിനെ മാത്രമൊന്നുമല്ല, അദ്ദേഹം അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി CPM-നെ അത് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. നേരിട്ടത് അതിക്രൂര പീഡനമെന്ന പത്തനംതിട്ട തിരുവല്ലയിലെ സ്പായിൽ കാപ്പ കേസ് പ്രതിയുടെ ബലാത്സംഗത്തിനിരയായ യുവതി. കഴുത്തിൽ കത്തിവച്ചാണ് മരണസുബീൻ ബലാത്സംഗം ചെയ്തത്. കൊട്ടേഷനും ഗുണ്ടാപ്പിരിപ്പുമാണ് നടന്നത്. സഹപ്രവർത്തകരും പീഡനത്തിന് ഒത്താശ ചെയ്തെന്നും യുവതി പറഞ്ഞു. തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമ നൽകിയ കൊട്ടേഷനാണ് ബലാത്സംഗമെന്ന് സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് പറഞ്ഞു. വിവരങ്ങൾ വിസ്മയ പ്രകാശ് നൽകും.
തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസിൽ ഇപ്പോൾ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഒരു സ്പാ ജീവനക്കാരി അല്ലെങ്കിൽ അതിജീവിത ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. അതായത് താൻ നേരിട്ടത് ക്രൂരമായ പീഡനം എന്നാണ് ഇപ്പോൾ ഈ ഒരു അതിജീവിത പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കഴുത്തിൽ കത്തി വെച്ചാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്നും ഈ ഒരു അതിജീവിത വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഒരു സ്പായിൽ വന്ന ആ കസ്റ്റമറിനെ ഒപ്പം ഈ ഒരു നഗ്നമായി കിടത്തി ദൃശ്യങ്ങൾ പകർത്തി. അതായത് ഈ കാപ്പ കേസ് പ്രതിയായ ഈ മരണം സുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടർ ഇവരെ നഗ്നതയോടുകൂടെ കിടത്തി അവരുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു അവിടെ വന്ന കസ്റ്റമറിയും ഉപദ്രവിച്ചു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി ഈ ഒരു അതിജീവിത പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അവിടെ തന്നെയുള്ള സ്പായിലെ സഹപ്രവർത്തകരും ഇതിന് ഒത്താശ ചെയ്തു എന്നുള്ള രീതിയിലും കൂടെ ഈ ഒരു അതിജീവിത വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ ഇവരുടെ സഹപ്രവർത്തകരടക്കം ഈ ഒരു പ്രവൃത്തിയിൽ ഒത്താശ ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിനു മുന്നേ തന്നെ ഈ ഒരു ഗുണ്ട പോലീസ് കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗുണ്ടകൾക്ക് പോലീസ് ഒത്താശ ചെയ്തോ എന്നുള്ള അല്ലെങ്കിൽ സഹായിച്ചോ എന്നുള്ളൊരു സംശയത്തിൽ ആഭ്യന്തര അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് തൻ്റെ സഹപ്രവർത്തകരും ഇതിന് ഒത്താശ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് അതിജീവിത വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിനു മുന്നേ തന്നെ ഈ ഒരു സ്പായുടെ ഓണർ അതായത് ഡോക്ടർ സഞ്ജയ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അതായത് തൻ്റെ ഭാഗം സഞ്ജയ് പറഞ്ഞിരുന്നു, കൊട്ടേഷനാണ് ഇത്തരത്തിലൊരു കൂട്ട ബലാത്സംഗത്തിലേക്ക് നയിച്ചത്, കൊട്ടേഷൻ നൽകിയതാണ്. അതായത് മറ്റൊരു സ്പായുടെ ഓണറാണ് കൊട്ടേഷൻ നൽകിയെന്നുള്ള രീതിയിലേക്കായിരുന്നു ഈ സ്പാ ഉടമയായ സഞ്ജയ് പറഞ്ഞത്. കൊട്ടേഷൻ നൽകിയതാണ്, അതായത് ഈ ഒരു സ്പാകൾ തമ്മിൽ മത്സരം നടക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ കൊട്ടേഷൻ നൽകിയതാണ്, ഇത്തരത്തിലൊരു കൊട്ടേഷനാണ് നൽകിയെന്നുള്ളൊരു കാര്യം ഈ ഒരു സ്പാ ഓണർ പറഞ്ഞിരുന്നു. പിന്നെ രാവിലെ ഇതിലുണ്ടായിരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ഒരു കേസിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള ഒരു സംശയം, ഇവരുടെ കൂട്ടുകെട്ടിലൊരു സംശയം, ഈ ഒരു പോലീസ് സ്പാ ജീവനക്കാരികളുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നെന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. അതിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു കേസിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 6 പ്രതികളിൽ 2 പ്രതികൾ മാത്രം, അതായത് മരണം സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും അതുപോലെ തന്നെ ബെർലിൻ ദാസുമാണ് ഇപ്പോൾ ഈ കേസിൽ നിലവിൽ പിടിയിലായിരിക്കുന്നത്. ബാക്കി 4 പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ ഈ ഒരു ആരോപണത്തിൽ അന്വേഷണത്തിന് വേണ്ടി ഒരു ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ 4 പ്രതികളെയും കൂടി ഈ ഒരു കേസിൽ കണ്ടുപിടിക്കാനുണ്ട്. എന്തായാലും അറസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഫെബ്രുവരി 1-നാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഫെബ്രുവരി 3-നാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് പോലീസിൽ ഈ സംഭവത്തിൽ വീഴ്ച ഉണ്ടായെന്നുള്ളൊരു ആരോപണം കൂടെ ഉയരുന്നുണ്ടായിരുന്നു. 3-നാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നുള്ളൊരു കാര്യം. എന്നാൽ ജില്ലാ പോലീസ് മേധാവി ഈ ഒരു ആരോപണത്തെ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ്. അതായത് അവർ എല്ലാ വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം പോകുന്നത് നിലവിൽ DYSPയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 1-നാണ് ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ ഒരു ഗുണ്ടാ പിരിവ് വേണമെന്നാവശ്യപ്പെട്ട് ഒരു 6-അംഗ സംഘം സ്പായിൽ എത്തുകയും അതിലെ സ്പായിൽ ഒരു ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും ഇതുപോലെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. അതിനുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ കൃത്യമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പത്തനംതിട്ട SP R ആനന്ദ്. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും കൊട്ടേഷൻ എന്ന സ്പാ ഉടമയുടെ ആരോപണം അന്വേഷിക്കുമെന്നും SP പറഞ്ഞു. കേസിൽ 4 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. അവർക്കുള്ള അന്വേഷണം നടക്കുകയാണെന്നും SP R ആനന്ദ് പറഞ്ഞു. സ്പാട്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാന പ്രതിയായ സുബിൻ അലക്സാണ്ടർ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ടൈംലി ആക്ഷൻ പോലീസിന്റെ ഭാഗത്തിൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ നടപടികൾ എടുക്കാറുണ്ട്. ഈ സംഭവവുമായിട്ട് അന്വേഷണം എന്ന രീതിയിലാണ് പോകുന്നതാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എനിത്തിങ് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി വിൽ ടേക്ക് നെസസറി ആക്ഷൻ. പാവുടമയെ തന്നെ നമ്മൾ മൊഴി എടുത്തിട്ടുണ്ട്. തിരുവല്ല DSP അദ്ദേഹത്തിന് മൊഴി എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അന്വേഷിക്കാൻ
കേസിൽ നമുക്ക് സോഫാർ നമുക്ക് പറഞ്ഞിരുന്നത് ഫേസ് മൊഴി പ്രകാരം 6 പേരാണ് നമുക്ക് ആദ്യം വന്നിരുന്നതാണ്. നമ്മൾ അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എങ്കിലും ഉണ്ട്. അവരെ കുറിച്ചുള്ള പിടിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ഇതിന് പുറകിൽ വേറെ ആരെങ്കിലും കൂടുതൽ ആളുകൾ ഉള്ള കാര്യം ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അതിനും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഉള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. അക്വില ഫിനാൻസ്, ദ ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ് സിൻസ് 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല, ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേനി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. My G Future. Experience the next. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തയിലേക്കാണ്. പത്തനംതിട്ട കലഞ്ഞൂരിൽ +1 വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചതായി പരാതി. ഇക്കിളിയിട്ടതിന്റെ പേരിലായിരുന്നു മർദ്ദനമെന്നാണ് വിവരം. കലഞ്ഞൂർ GHSലെ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥി അടൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. UDFന്റെ ജാഥ വർഗീയ ശക്തികളെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. വർഗീയവാദികളെ പരസ്പരം കൂട്ടിച്ചേർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും കൊലീബി സഖ്യത്തിന് പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും UDFന് സഖ്യമുണ്ടെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. UDFന്റെ ജാഥ ഇപ്പോഴാരംഭിച്ചിരിക്കുകയാണ്. വർഗീയ ഭീകര ശക്തികളെ വെള്ളപൂശിക്കൊണ്ടാണ് അവരുടെ തുടക്കം. വി സതീശൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന കാര്യം ജാഥയ്ക്ക് മുമ്പ് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥിതി
ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. ഒപ്പം വേണമെങ്കിൽ ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുമ്പ് കോലീബി സഖ്യ ഉണ്ടായിരുന്നത് ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമായത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിന് മറവി രോഗമാണ്. 42 വർഷം ജമാഅത്തെ ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. നിരവധി തവണ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായത്തിൽ ജയിച്ചയാളാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്നും VD സതീശൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്. മറവി രോഗം 42 വർഷക്കാലം ജമായത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഈ ഗോവിന്ദൻ മാഷ് നിരവധി പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പരസ്യമായി ഞാൻ ഗോവിന്ദൻ മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം. മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറവിയിൽ മനഃപൂർവ്വമായ മറവി രോഗമാണെന്നില്ല അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ടവർക്ക്. പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക എന്നൊക്കെ പറയാം. ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായ മുന്നണി ഉണ്ടാക്കിയവരാണ് CPM എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. LDFന്റെ കാലഘട്ടത്തിൽ അവർ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി നിലപാടെടുത്തിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് CPM. നിയമസഭയിൽ പരസ്യമായിട്ട് അവരെ അക്നോളജ് ചെയ്തവരാണ്. നിയമസഭ റെക്കോർഡെടുത്ത് ചോദിച്ചാൽ അറിയാം. അവരെ പരസ്യമായി അന്ന് ആ സമയങ്ങളിൽ അവർ ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെടുന്ന സംഘടനയാണ്. ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞ നിലപാടുണ്ട്. തീവ്ര വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമുണ്ടാവില്ല. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോയ്ക്ക് 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനം മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല. ജോസഫ് വിഭാഗത്തെ ക്ഷണിച്ചത് തറവാട്ടിലേക്ക് ക്ഷണിക്കുന്നത് പോലെയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ MLA-മാരുൾപ്പെടെ എല്ലാവരും അത് പാർട്ടി തീരുമാനിക്കും. പിന്നെ ഒരു കാര്യമുള്ള സിറ്റിംഗ് MLA ഒക്കെ ഞങ്ങളുടെ ധാരണയിൽ എല്ലാവരും അവർ തന്നെ മത്സരിക്കും. ഇത് കേരള കോൺഗ്രസ് എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം അല്ല കേരള സംസ്ഥാനത്തെ മറ്റൊരു തെരഞ്ഞെടുപ്പ്. ചരിത്രമെടുത്ത് പുറകോട്ട് നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള റിസൾട്ട് അനുസരിച്ചല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ജോസ് കെ മാണിയുടെ LDF-ലേക്കുള്ള ക്ഷണം തമാശയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്. മുന്നണിയിൽ പ്രശ്നമുണ്ടെന്നത് മാധ്യമ സൃഷ്ടി മാത്രം. 10 സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട്. അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും കൂടുതൽ സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. തറവാട് എന്ന് പറയുന്നത് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരളമാസാണ്. പിന്നെ അതൊക്കെ ഇപ്പം ഈ ഒരു ഏതോ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് ജോസ് കെ മാണി ഒരു മറുപടി പറഞ്ഞതെന്നല്ലാതെ ഇവിടെ നടക്കുന്നത് സീറ്റ് ചർച്ചകളാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാവും. കക്ഷി ചർച്ചകളിൽ ആകെ ഉണ്ടായി വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തണം. ഈ 10 സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു 10 പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ട് നിർത്താവുള്ളൂ എന്നുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്, വളരെ ടഫായിരിക്കും. 10 സീറ്റ് തന്നെയാണ്
ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ, ഏത് മുന്നണി അല്ല ഏത് പാർട്ടിയായിട്ടും ഉഭയകക്ഷി ചർച്ച വരുമ്പോൾ ആദ്യത്തെ ചർച്ച വിഷയമെന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന് മാത്രമാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള സീറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 100ഓളം സീറ്റുകൾ കൂടുതൽ ജയിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിനെതിരെയുള്ള വിമർശനങ്ങളിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോകരുതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിതമായ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു ബഡ്ജറ്റ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ എതിർത്തുകൊണ്ടുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ബഡ്ജറ്റ് ദാറ്റ് ശ്രീ നരേന്ദ്ര മോദി ആൻഡ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഹാസ് ഡിസൈൻഡ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡും അങ്ങനെയുള്ള അംശങ്ങളെല്ലാം പരിശോധിച്ചാൽ 2070 ഒരുപക്ഷെ നേരിടാൻ സാധ്യതയുള്ള ഒരു സന്നിഗ്ധാവസ്ഥ, അതിനെയും കൂടി തരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് രൂപകൽപ്പന ഇത് 2070 വരെയുള്ള ബഡ്ജറ്റിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിനെതിരെ വിവാദമുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 10 കൊല്ലം ഒന്നും ചെയ്യാതിരുന്നവർ ഇലക്ഷന് തലേദിവസം ഉണ്ടാക്കുന്ന വിവാദമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച UPA കാലത്ത് 42,000 കോടിയും നരേന്ദ്രമോദി കാലത്ത് 1,82,000 കോടി രൂപയുമാണ് കേരളത്തിന് ലഭിച്ചത്. പക്ഷേ ഇത്രയും വലിയ തുക ലഭിച്ചിട്ടും കേരളത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുക്കുമ്പോൾ ഏത് നാടിൻ്റെയും ഏത് സംസ്ഥാനത്തിൻ്റെ ഒരു സർക്കാരാണെങ്കിൽ അവരുടെ ഒരു കടമയാണ് ആ 10 കൊല്ലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുക, നാടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എലക്ഷൻ്റെ 10 ദിവസം മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്യുന്നില്ല, അവർ തരുന്നില്ല, മറ്റൊരു തരുന്നില്ല. അപ്പോൾ അതാണ് ഈ വിവാദം. ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് വയനാട് മാനന്തവാടിയിൽ കാറിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സജീറിന്റെ ഭാര്യയുടെ മൊഴി. കാറിൽ സജീർ പെട്രോൾ വാങ്ങിവെച്ചത് എന്തിനാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഭാര്യ നജ്മുനിസ മൊഴി നൽകി. 40% പൊള്ളലേറ്റ നജ്മുനിസ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിൽ വിശദമായ മൊഴി എടുക്കാൻ സാധിച്ചിട്ടില്ല. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. അതേസമയം തന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് മരിച്ച സജീർ ആരോപിച്ച മാനന്തവാടിയിലെ വ്യാപാരി സി ബാപ്പു ആരോപണം നിഷേധിച്ചു. താൻ നിരപരാധിയാണ്. സജീറിന്റെ കെട്ടിടം വാടകയ്ക്ക് നൽകിയതാണ്. എന്നാൽ മാസങ്ങളായി വാടക കൃത്യമായി നൽകാറുണ്ടായിരുന്നില്ലെന്നും സി ബാപ്പു പറഞ്ഞു. മലപ്പുറം വെട്ടത്തൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പുത്തൂർ സ്വദേശി ഹരീഷിനാണ് പരിക്കേറ്റത്. വെട്ടത്തൂർ എഴുതലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇയാളെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലപ്പുറം വെട്ടിച്ചിറ ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യുന്നതിനായി ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതിൽ മുമ്പ് ടോൾ പിരിവ് തുടങ്ങുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ. ആദവനാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ടോൾ പ്ലാസയിലൂടെ സൗജന്യമായി കടന്നുപോകാനുള്ള സംവിധാനം ഒരുക്കുക, സമാന്തര റോഡുകളിലെ അമിത ഗതാഗത നിരക്കിന് പരിഹാരം കാണുക, ഫുട്പാത്ത് സൗകര്യം ഉടൻ പൂർത്തിയാക്കുക, ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ദേശീയപാത അതോറിറ്റി, ജില്ലാ കളക്ടർ എന്നിവരെ ബന്ധപ്പെട്ടും അധികൃതരുമായി ചർച്ച നടത്തി പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമെന്നും പ്രസിഡന്റ് KT ആസാദ് വ്യക്തമാക്കി. കണ്ണൂർ
കൂത്തുപറമ്പ് പനമ്പറ്റ ന്യൂ UP സ്കൂളിലെ അത്യാധുനിക AI റോബോട്ടിക് ലാബ് ഉദ്ഘാടനത്തിന് സജ്ജം. ഫെബ്രുവരി 10 കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS ലാബ് ഉദ്ഘാടനം ചെയ്യും. പ്രൈമറി തലം മുതൽ വിദ്യാർത്ഥികളെ ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാബ് സ്ഥാപിക്കുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക് വേൾഡ് റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പാണ് ലാബ് സ്ഥാപിച്ചത്. നിർമ്മിത ബുദ്ധി, ഇലക്ട്രോണിക്സ് എന്നിവ പഠിക്കാൻ സഹായിക്കുന്ന ക്വാർക്കി, വിസ്ബോട്ട് തുടങ്ങിയ കിറ്റുകളും പ്ലൂട്ടോ ഡ്രോണുകളും ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഭാവനയ്ക്കനുസരിച്ച് രൂപങ്ങൾ നിർമ്മിക്കാൻ 3D പ്രിന്റുകളും പേനകളും ഒപ്പം ബോണിക് ബോട്ട് എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ സാന്നിധ്യവും ഇവിടെ ലഭ്യമാകും. ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള AI സാങ്കേതികവിദ്യയും റോബോട്ടുകളെ കുറിച്ചുള്ള അറിവും പ്രൈമറി തലം മുതൽ തന്നെ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. നിങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിട്ടുണ്ട്. പ്രൈമറി തലം മുതലുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിത നൈപുണി വാർത്തെടുക്കാൻ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മുടെ സ്കൂളിൽ ഒരുക്കുന്നത്. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിലെ സമീപ പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് കൂടി ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഈ ലാബ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ വനം വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോഴിയക്കോട് മിൽപ്പാലം വനമേഖലയിൽ താൽക്കാലിക വാച്ചർ വാസുവിനാണ് പരിക്കേറ്റത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ വാസുവിന്റെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി കാലിൽ വീണാണ് പരിക്കേറ്റത്. വാസുവിന് കാലിനും വയറ്റിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാട്ടുപോത്തും മറ്റു കാര്യങ്ങളുള്ള ഒരു ഏരിയ ആയതിനാൽ ഒറ്റയ്ക്കല്ല പോയതും ഒരു 3 വാച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒരാൾ ആ കൂട്ടത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആറ്റിലേക്ക് ഇറങ്ങുകയും ആറ്റിൽ വെള്ളം എടുക്കാനും ചെന്നപ്പോൾ കാട്ടുപോത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ കണ്ട് കാട്ടുപോത്ത് പിടിഞ്ഞു നിൽക്കുകയും ഇദ്ദേഹം ഓടി കാലിൽ മാരകമായ മുറിവ് പറ്റി സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് കുളത്തൂപ്പുഴ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ മാരകമായ മുറിവാണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ നേരെ അവിടെ നിന്ന് പുനലൂരേക്ക് റെഫർ ചെയ്യുകയാണ്. നേരെ പുനലൂരേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 62-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ബാലരാമപുരം കോട്ടുകാൽക്കോണം സ്വദേശി ശോഭനയാണ് മരിച്ചത്. വീടിന് പുറകിലുള്ള പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അസാധാരണമായി തീ ആളിക്കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. പകുതി കത്തിയ നിലയിലാണ് മൃതദേഹം. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ അഴീക്കോട് തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ 3 ബോട്ടുകൾ പിടികൂടി. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. ബോട്ടുകൾക്ക് 10 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാത്രികാല കരവലി നടത്തിയ എറണാകുളം മുനമ്പം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഏഗർ, മുദ്ര, വചനം 4 എന്നീ ബോട്ടുകളാണ് സംയുക്ത സംഘം പിടിച്ചെടുത്തത്. തീരത്തുനിന്ന് 20 മീറ്റർ ആഴപരിധിയിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനം നടത്താവൂ എന്ന നിയമം ലംഘിച്ചതിനാണ് ബോട്ടുകൾ പിടികൂടിയത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച 88,600 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. മുദ്ര, വചനം 4 എന്നീ ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതവും സമാനമായ കുറ്റം ആവർത്തിച്ച ഏഗർ ബോട്ടിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ C രമേശിന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക രാത്രികാല കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ
ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഷോപ്പിക വെഡിങ്സ്, MG റോഡ്, കാസർഗോഡ്. ഷോപ്പിക വെഡിങ്സ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Aquila Finance, the legacy of trusted service since 1995. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. Jewel Rock Hire Purchase and Leasing Private Limited, Kerala and Tamil Nadu. Kairali Agriculture Multi-State Cooperative Society Limited. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. അസം സ്വദേശിയായ മിനീറ ബീഗം, ഇവരുടെ ആൺസുഹൃത്ത് മുജീബ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.25 കിലോഗ്രാം കഞ്ചാവും ഡിജിറ്റൽ ത്രാസും കണ്ടെത്തി. കരകുളം, ഏണിക്കര ഭാഗങ്ങളിൽ കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കൊല്ലം ശിവജിമുഖിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 6.50 കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. കല്ലും താഴം സ്വദേശി അൽഷാദിനെയാണ് കൊല്ലം എക്സൈസ് റേഞ്ച് ഓഫീസ് സംഘം പിടികൂടിയത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ലോബികളിൽ നിന്നാണ് കഞ്ചാവ് കേരളത്തിൽ എത്തിക്കുന്നതിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. തൃശൂർ കാട്ടൂരിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിലെ പ്രതികൾ പിടിയിൽ. അരുൺ പോൾ, ജയേഷ്, അജീഷ് എന്നിവരെയാണ് അറസ്റ്റിലായത്. പടിയൂർ വളവനങ്ങാടി സ്വദേശി സുജിത്തിന്റെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു.
തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. വലപ്പാട് സ്വദേശി റഷീദാണ് പിടിയിലായത്. ഇയാൾ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വാഹനത്തിലെ ലോൺ അടയ്ക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. സൗഫറിനെ വടിവാൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. മലപ്പുറം നിലമ്പൂരിൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് AI പരിശീലനം സംഘടിപ്പിച്ചു. PV അബ്ദുൽ വഹാബ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമൽ കോളേജ് IQACയുടെ ആഭിമുഖ്യത്തിൽ എക്സ്റ്റൻഷൻ ലെക്ചർ സീരീസിന്റെ ഭാഗമായാണ് ജില്ലയിലെ അധ്യാപകർക്ക് ഏകദിന AI പരിശീലനം സംഘടിപ്പിച്ചത്. BJPയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം MLA S രാജേന്ദ്രനും CPM നേതാവായിരുന്ന GN ഗുരുനാഥനും BJPയിൽ ചേരുന്ന മറ്റ് പ്രവർത്തകർക്കും നാളെ മൂന്നാറിൽ BJP സ്വീകരണമൊരുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി ദേവികുളം മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്ത് കാട്ടാമെന്ന പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. അതേസമയം S രാജേന്ദ്രനും GN ഗുരുനാഥനും BJPയിൽ ചേർന്നതുകൊണ്ട് LDFന് ഒരു പോറലും സംഭവിക്കില്ലായെന്നതാണ് LDFന്റെ വിശദീകരണം. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടായിരുന്നു ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് BJPയിൽ അംഗത്വമെടുത്തത്. രാജേന്ദ്രനൊപ്പം CPI മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് GN ഗുരുനാഥനും BJPയിൽ ചേർന്നു. ജില്ലയിലെ ആകെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ തങ്ങൾക്ക് ക്രമാനുഗതമായ വളർച്ചയുണ്ടെന്ന് BJP കരുതുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ദേവികുളം. മുൻ MLA S രാജേന്ദ്രൻ BJPക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മണ്ഡലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് S രാജേന്ദ്രനും GN ഗുരുനാഥനുമടക്കം BJPക്കൊപ്പം ചേർന്നവർക്ക് നാളെ മൂന്നാറിൽ സ്വീകരണമൊരുക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. BJP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയടക്കം നിരവധി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാർ ടൗണിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് പ്രകടനം നടക്കും. CPIയിൽ നിന്നും CPIMൽ നിന്നും മൂന്നാറിലെ നിരവധി ആളുകൾ BJPയിൽ ചേരുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും പുതുതായിട്ട് BJPയിലേക്ക് ചേരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന പരിപാടിയും അത് മാക്സിമം CPMൽ നിന്നും CPIയിൽ നിന്നും ഒക്കെയുള്ള മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തോട്ടം തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം ആളുകൾ നാളെ BJPയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നുണ്ടാവും. അവർക്ക് BJPയുടെ മെമ്പർഷിപ്പിനോടൊപ്പം തന്നെ തോട്ടം മേഖലയിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം BJPയിലേക്ക് ചേരാൻ പറ്റുന്ന സമാന മനസ്സ് ഉള്ള ആളുകളെയും കൂടി കൂട്ടാനുള്ള ഒരു പരിശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് വരും കാലഘട്ടങ്ങളിലും ഈ മൂന്നാർ ഭാഗത്തുണ്ടാവും. അതേസമയം മുൻ MLA S രാജേന്ദ്രനും GN ഗുരുനാഥനും BJPയിൽ ചേർന്നതിനാൽ LDFന് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നാണ് LDF നേതാക്കളുടെ വിശദീകരണം. മുൻ MLA S രാജേന്ദ്രനാവട്ടെ, ഞങ്ങളിത് പോയ ശ്രീ GN ഗുരുനാഥനാവട്ടെ, ഇതെല്ലാം പാർട്ടി വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക്, മൂന്നാറിലെയും ദേവികുളത്തെയും ജനങ്ങൾക്ക് നന്നായി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇപ്പോൾ സംഘടനയായിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പോയത് കൊണ്ടൊന്നും തോട്ടമില്ല വലിയ സംഭവിക്കാൻ പോകുന്നില്ല. S രാജേന്ദ്രൻ CPIM ബന്ധം ഉപേക്ഷിച്ച ശേഷം MM മണി അടക്കമുള്ള മുതിർന്ന CPIM നേതാക്കൾ രാജേന്ദ്രനെ പ്രസ്താവനകളിലൂടെ കടന്നാക്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള പൊതുവേദിയായി കൂടിയാണ് സ്വീകരണ സമ്മേളനത്തെ S രാജേന്ദ്രനും BJPയും നോക്കിക്കാണുന്നത്. സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് മൂന്നാറിൽ BJP നേതൃത്വം നടത്തിയിട്ടുള്ളത്. S രാജേന്ദ്രനും GN ഗുരുനാഥനും BJPയിൽ ചേർന്നതിനാൽ LDFന് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നതാണ് LDF നേതാക്കളുടെ വിശദീകരണം. അതേസമയം നാളെ നടക്കുന്ന പരിപാടിയിൽ തൊഴിലാളികളെ അണിനിരത്തി കരുത്തു കാട്ടാനാണ് BJPയുടെ ശ്രമം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലപ്പുറം മമ്പാടിയിൽ 8 അടിയോളം നീളമുള്ള മൂർഖനെ പിടികൂടി. മമ്പാട് സ്വദേശി അൻവറിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വീട്ടുകാർ ചെടികൾ നനയ്ക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. ERF അംഗവും സ്നേക് റെസ്ക്യൂവും സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു. എന്താ സാധനം നോക്കി
ഇടുക്കി മൂന്നാർ ടൗണിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ആശുപത്രി റോഡിന്റെ നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ബുദ്ധിമുട്ടിയാണ് രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. മൂന്നാർ ടൗണിന് സമീപമുള്ള ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലേക്കുള്ള 1/2 കിലോമീറ്റർ റോഡാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ട് കിടക്കുന്നത്. ദിവസവും വിനോദസഞ്ചാരികളടക്കമുള്ള നിരവധി രോഗികളാണ് മൂന്നാറിലെ ഏക ചികിത്സാ കേന്ദ്രമായ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. റോഡിലെ വലിയ കുഴികൾ കാരണം ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഏറെ സമയമെടുത്താണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. കൂടാതെ ആശുപത്രിയിലേക്ക് തകർന്ന റോഡിലൂടെ ഗർഭിണികളെ നടത്തിക്കൊണ്ടുപോകാൻ മാത്രമേ കഴിയൂ. ഈ സാഹചര്യത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. തുടർന്നാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. മൂന്നാർ GH റോഡ് പണിയുന്നതിന് വേണ്ടി MLAയുടെ ആസ്തി വികസനത്തിൽ നിന്ന് 20 ലക്ഷവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള 20 ലക്ഷം, അങ്ങനെ 40 ലക്ഷം രൂപ കൊടുക്കും. ഈ റോഡ് പണിയുന്നതിന് സൈഡ് ഓടയടക്കം നന്നായി പണിയേണ്ടതായിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ അടക്കം ഒഴുകി പോകുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് ഫണ്ട് കൂടുതൽ ആവശ്യം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓടയുടെ പണികളെല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഒരാഴ്ച അടച്ചിട്ടിട്ടാണ് ഈ റോഡ് പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടൈൽ വർക്ക് ആയതുകൊണ്ട് 5 ദിവസത്തിനുള്ളിൽ ടൈൽ വർക്കുകളെല്ലാം തീരും. അടുത്ത ആഴ്ച ആകുന്നതോടുകൂടി ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഈ റോഡ് പണി മുഴുവനും തീർത്ത് ഗതാഗത യോഗ്യമാക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓടയുടെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. 5 ദിവസം പൂർണ്ണമായും റോഡ് അടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. രോഗികൾക്ക് ആശുപത്രിയിലേക്ക് എത്താൻ നല്ലതണ്ണി റോഡ് വഴി ബദൽ സംവിധാനം ഒരുക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. തൃശൂരിൽ BJP ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത നിതിൻ നബീൻ പങ്കെടുത്ത ബഡ്ജറ്റ് ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. തൃശൂർ DCC സെക്രട്ടറിയും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായ K ഗിരീഷ് കുമാറാണ് BJP വേദിയിലെത്തിയത്. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ കോൺഗ്രസ് വിമർശനം തുടരുന്നതിനിടെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ BJP ദേശീയ അധ്യക്ഷനായ നിതിൻ നബീൻ പങ്കെടുത്ത ബഡ്ജറ്റ് ചർച്ചയിലാണ് കോൺഗ്രസ് നേതാവ് പങ്കെടുത്തിരിക്കുന്നത്. തൃശൂർ DCC സെക്രട്ടറിയും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായ K ഗിരീഷ് കുമാറാണ് BJP വേദിയിലെത്തിയത്. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ അടക്കം കോൺഗ്രസ് വിമർശനം ഉയർത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഗിരീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അപ്പാടെ തള്ളിയെന്നാണ് വിമർശനമടക്കം ഉയർന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. എന്നാൽ BJP പരിപാടിയിൽ പങ്കെടുത്തത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി എന്ന നിലയിലാണെന്നാണ് ഗിരീഷ് കുമാർ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന LDF ജാഥയിലും താൻ പങ്കെടുത്തിരുന്നു എന്നും താൻ മാത്രമല്ല പാറമേക്കാവ് ദേവസ്വം പ്രതിനിധിയും പങ്കെടുത്തിരുന്നു. കോൺഗ്രസുകാരനാണെങ്കിലും ദേവസ്വം പ്രതിനിധിയായി മറ്റ് സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെന്നുമാണ് ഗിരീഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും BJP ദേശീയ അധ്യക്ഷനടക്കം പങ്കെടുത്ത ബജറ്റ് ചർച്ചയിലാണ് കോൺഗ്രസ് നേതാവായ ഗിരീഷ് കുമാർ പങ്കെടുത്തിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. ഗിരീഷ് കുമാർ തൃശൂർ DCC സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ താൻ പങ്കെടുത്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. താൻ കഴിഞ്ഞ ദിവസം LDFന്റെ ഒരു ജാഥയിലും പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിലുപരി താൻ ദേവസ്വം പ്രതിനിധികളായി മറ്റ് സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിൽ BJPയുടെ ബഡ്ജറ്റ് ചർച്ചയിൽ താൻ പങ്കെടുത്തത് എന്നാണ് ഗിരീഷ് കുമാർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു സമയം തന്നെയാണിത്. അതിനിടയിലാണ് BJP ദേശീയ അധ്യക്ഷന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി BJP ബഡ്ജറ്റ് ചർച്ച നടത്തിയത്. അതിന്റെ ഭാഗമായി
തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധിയായാണ് താൻ പങ്കെടുത്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിനു മുമ്പേ താൻ LDFന്റെ ഒരു പരിപാടിയിലടക്കം പങ്കെടുത്തിരുന്നു. അതും ഈ ദേവസ്വം പ്രതിനിധിയായി മാത്രമാണ് പങ്കെടുത്തത്. അതും മറ്റുള്ള സംഘടനകളുടെ പരിപാടികൾ ദേവസ്വം പ്രതിനിധി എന്ന രീതിയിൽ പങ്കെടുക്കാറുണ്ട്. അതാണ് താൻ ചെയ്തതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. അസം സ്വദേശിയായ മിനാറ ബീഗം, ഇവരുടെ ആൺ സുഹൃത്ത് മുജീബ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.25 കിലോഗ്രാം കഞ്ചാവും ഡിജിറ്റൽ ത്രാസും കണ്ടെത്തി. കരകുളം ഏണിക്കര ഭാഗങ്ങളിൽ കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്.